എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 14 പ്രണയദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ഉണ്ട്. മാർക്കോ സിനിമയുടെ OTT ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതുപോലെ ഹണ്ട്, രേഖാചിത്രം, ഹലോ മമ്മി, പ്രാവൻകുടി ഷാപ്പ് തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും എന്ന സീരീസിനെ കുറിച്ചാണ്. ഈ തമിഴ് സീരീസ് ഇന്ന് ആഹ വീഡിയോസിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പാർക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് കാതിലേക്ക് നേരമില്ല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിത്യ മേനോൻ ജയദേവിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഇപ്പോൾ ഇത് ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ കാതിലേക്ക് നേരമില്ലെന്ന സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാള വെർഷനും റിലീസായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ദാംധൂം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഫെബ്രുവരി 14 സിനിമയുടെ റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ദാംധൂം എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ ത്രില്ലർ സിനിമയാണ്. നാദർഷിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈ മാസമായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ, ലാൽ, രേഖ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ചെക്ക്മേറ്റ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ചെക്ക്മേറ്റ് എന്ന സിനിമ ഫെബ്രുവരി 20 മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പ്രാവൻകുടി ഷാപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ബേസിൽ, ചെമ്പൻ വിനോദ്, സൗബിൻ ഷാഹിർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പ്രാവൻകുടി ഷാപ്പ് തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് വാഷ് ഔട്ടായി. ഇപ്പോൾ ഇതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് പ്രാവൻകുടി ഷാപ്പിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 20 മുന്നേ പ്രാവൻകുടി ഷാപ്പ് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഐശ്വര്യലക്ഷ്മി, ഷറഫുദ്ദീനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ഹൊറർ മൂവിയാണ്. ഇപ്പോൾ ഇതാ ഹലോ മമ്മി എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28 ഹലോ മമ്മി ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. വലിയ ബഡ്ജറ്റിലാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. പക്ഷേ സിനിമ 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ ഇതാ നടികർ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സൗബിൻ, അനൂപ് മേനോൻ, ഭാവന, ടോണിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആമസോൺ പ്രൈം നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ ഫെബ്രുവരി 28 ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു ഹണ്ട്. ഭാവനയാണ് സിനിമയിലെ നായിക. ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹണ്ട്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ ഉടനെ തന്നെ സർപ്രൈസായിട്ട് ആമസോണിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ നാളെ സിനിമ വരാനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഹണ്ടിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ്, തമനയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. വലിയ ബഡ്ജറ്റിലാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഫെബ്രുവരി 20 ആമസോൺ പ്രൈമിൽ ബാന്ദ്ര വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് മാർക്കോ. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ. ഇപ്പോൾ ഇതാ സോണി ലീവിൽ മാർക്കോ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴാണ് സിനിമയുടെ OTT വന്നിരിക്കുന്നത്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാർക്കോ കഴിഞ്ഞാൽ അടുത്തത് രേഖാചിത്രമാണ്. കാരണം സോണി ലീവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സോണി ലീവ് ഒരു മാസം ഒരു സിനിമ മാത്രമേ റിലീസാക്കൂ. ഈ മാസത്തെ റിലീസ് മാർക്കോയാണ്. അതുകൊണ്ട് ഇനി രേഖാചിത്രം എന്ന സിനിമ അടുത്ത മാസമായിരിക്കും റിലീസ്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ മാർച്ച് 5 മുന്നേ രേഖാചിത്രം എന്ന സിനിമ സോണി ലീവിൽ വന്നേക്കും. അനശ്വര രാജൻ, ആസിഫ് അലിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് രേഖാചിത്രം. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.